എന്താലേ കാലം പോയൊരു പോക്കേ. എന്താ അങ്ങനെ പറയാൻ? അല്ല, പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് അതിന് പേടി കല്യാണം കഴിക്കാൻ, ഇപ്പൊ ആണുങ്ങൾക്കായി. എങ്ങനെ ഇല്ലാണ്ടാക്കും? ഇപ്പൊ കല്യാണം പോട്ടെ, കല്യാണം 4-5 ദിവസം, അതല്ലാണ്ട് അതിന് മുമ്പ് മുട്ടായി കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടി ഉണ്ട്. അതിനും ഒരു പേക്ക് മുട്ടായി കൊടുത്താൽ പോരാ. ഇപ്പം അത് ഭയങ്കര ഒരു ഗോപുരം പോലൊക്കെ ഉണ്ടാക്കി അത് കൊടുക്കണം. അത് കുറെ ആളെ കൊണ്ട് പോകണം. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ഐഫോൺ ആണ്. അത് നിർബന്ധമാണ് പലർക്കും. ആൺകുട്ടിയൊക്കെ പേടിയായി, ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു കല്യാണം നടക്കുമോ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ആരെങ്കിലും ഈ നാട്ടു നടപ്പിനെതിരെ നിന്നാലോ? പെൺകുട്ടിന്റെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് വരുന്നു, എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ കിട്ടിയാലേ ഈ കല്യാണത്തിലേക്ക് വരുള്ളൂ. അപ്പം ആൺകുട്ടികൾ ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ട അവസ്ഥയാണ്. കാരണം അവരും ഫിനാൻഷ്യലി സ്റ്റേബിളായി വരുന്ന ഒരു പ്രായമാണ്, ഒരു 30 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ. അപ്പം അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ സേവിങ്സ് മൊത്തം ഈ ഒരു കല്യാണം, അതിന് മുമ്പുള്ള ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളായിട്ട്. സോ അതിന് അവർക്ക് കുറെ എക്സ്പെൻസ് വരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് മുമ്പുള്ള ഷൂട്ട് കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനും കുറെ വരുന്നു. അപ്പം കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഇവര് കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥയാവുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ട്രിപ്പ് പോകണം. അതും ഇവിടെ ഒന്നും പോരാ, ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ പോകണം. അതാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ പോയില്ലെങ്കിൽ അത് അവർക്കിടയിൽ പ്രശ്നമാവും. അപ്പം അതും വേണം. അതിന് വേണ്ടിയിട്ട് അവരെ കയ്യിലുള്ള മൊത്തം കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇവർ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. ആ സ്ട്രഗിളിങ് ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് പകരം കോൺസെൻട്രേഷൻ മൊത്തം സ്ട്രഗിളിലാവും. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വരും, അവർ തമ്മിലുള്ള ഇൻറ്റിമസി കുറയും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിലേക്ക്